ഇരുമ്പുളം പഞ്ചായത്തിലെ 1-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തനിക്കെതിരെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ വീടുകളിൽ വിതരണം ചെയ്യുന്ന നോട്ടീസ് വാസ്തവവിരുദ്ധവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും CPM പാർട്ടി മെമ്പറുമായ N ഖദീജ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷമായി അമ്പാളിലെ പാർട്ടി നേതാക്കൾ മാനസികമായി തന്നെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നും താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 വർഷം കാത്തിരിക്കേണ്ട അവസ്ഥ പാർട്ടിക്കുണ്ടോ എന്നും ഖദീജ കൂട്ടിച്ചേർത്തു. ഞാൻ പാർട്ടി വെച്ച സ്ഥാനാർത്ഥിക്ക് എതിരായി പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ അത് പാർട്ടിക്ക് വിപരീതമായിട്ട് എതിർ സ്ഥാനാർത്ഥിയായി നിൽക്കാനുള്ള കാരണങ്ങൾ, ഇപ്പോൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സത്താർ മാഷി എന്നയാളെ ഞാൻ പ്രതിനിധീകരിക്കുന്ന വാർഡിൽ പൊതുജനങ്ങളുടെ ഇടയിൽ വെച്ച് പ്രതിഷേധം എന്നെ അറിയിച്ചിരുന്നു. ഒന്നാമത് അയാളുടെ പ്രായം, സുഖമില്ലായ്മ, ഇതൊക്കെ വെച്ചുകൊണ്ടായിരിക്കും ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായത്. ഇയാളെ വെക്കേണ്ടേ എന്ന് ഞാൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടത്. ഞാൻ അവർക്കെതിരെ മത്സരിക്കാൻ ഇറങ്ങിയതാണ് പാർട്ടി എന്നെ പുറത്താക്കാനുള്ള കാരണം. ഞാൻ പാർട്ടിയിൽ നോമിനേഷൻ കൊടുക്കുന്ന അന്ന് വരെയും പാർട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു പിൻവലിക്കണം എന്ന് പറഞ്ഞിരുന്നു. 2 ദിവസം മുമ്പേ LC സെക്രട്ടറിയായ രാജീവ് സഖാവ് എന്നെ വിളിച്ചിട്ട് പിന്മാറണം, ഞങ്ങളെ കൂടെ പാർട്ടിയിൽ ഖദീജ ഉണ്ടാവണം, അതിനു വേണ്ടിയിട്ടാണ് ഖദീജാനോട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ പാർട്ടി നിർത്തിയ ഒരു മെമ്പർക്കെതിരെ ഒരിക്കലും മത്സരിക്കരുത്, അത് നമുക്ക് പാർട്ടിക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കുമെന്നും അമ്പാളിലെ ജനങ്ങൾ തന്റെ കൂടെയാണെന്നും കൊറോണ കാലത്ത് പാർട്ടിക്കാർക്കല്ലാതെ സേവനം നൽകിയതിന്റെ പേരിൽ പാർട്ടിക്കാരിൽ നിന്നും അസഭ്യവാക്കുകൾ കേൾക്കാൻ ഇടയായതായും അവർ പറഞ്ഞു. തന്റെ താൽക്കാലിക ജോലിയും മകളുടെ പെൻഷൻ വിതരണവും ഇപ്പോൾ അമ്പാളിൽ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി ഇടപെട്ട് ഇല്ലാതാക്കിയതായും അവർ ആരോപിച്ചു. അങ്ങനെയാണ് പാർട്ടിയിലൊരു സഖാവ് പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ ഇവിടെ ആദ്യം റേഷൻ കട ഉണ്ടാക്കേണ്ടിയെന്ന് പറഞ്ഞിട്ട് ദാസൻകുട്ടി പറഞ്ഞൊരു പാർട്ടി പ്രവർത്തകനാണ് ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ആ ദാസൻകുട്ടി പറഞ്ഞ ഒരു സഖാവ് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പാർട്ടിക്കാർ ഈ ചെയ്തതും പറഞ്ഞതൊന്നും ഉണ്ടായില്ല. എന്നെ രാത്രി 10:30 മണിക്ക് ഞാനും വിവേകും കൂടി കുറ്റിപ്പുറം പോയി വന്നത് 9:30-9:30-ക്കാണ്. എന്നെ വലിയൊന്ന് 3 സഖാക്കന്മാരവിടെ കാത്തു നിൽക്കുന്നു. രാത്രി 10:30 മണിക്ക് ഇന്നെ മേലെ ഒരു അവരെ വീടില്ലേ ദാസൻകുട്ടീൻ്റെ വീട്ടിൽ കൊണ്ടുപോയിങ്ങാണ്ട് മൃഗീയമായി മാനസികമായി പീഡിപ്പിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ വിവേകിനോടൊരു വാക്ക് പറഞ്ഞതല്ലേ, റേഷൻ കട കൊടുക്കാൻ പറഞ്ഞിട്ടല്ലേ അവനെ ഇറക്കിയത്, അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഇത് പ്രതിഷേധിക്കുന്നു, അവൻ ആരാണ് പാർട്ടിയിൽ എന്നാണ് എന്നോട് ചോദ്യം വന്നത്. അത് ഞാൻ അത് കേൾപ്പിച്ച് കൊടുത്തൊരു വ്യക്തി വിവേക് പറഞ്ഞ ആളിപ്പോഴും നിലവിലുണ്ട്. അവനിപ്പോഴും പാർട്ടി സഖാവാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തനിക്ക് തികഞ്ഞ വിജയപ്രതീക്ഷയാണുള്ളതെന്നും ഖദീജ പറഞ്ഞു. ഈ 5 വർഷത്തിനുള്ളിൽ ജനോപകാരപ്രദമായ നിരവധി വികസനങ്ങൾ താൻ കൊടുന്നതായും ഖദീജ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.